4ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടി മധ്യ തിരുവിതാംകൂറിൽ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്താണ് ഈ കുട്ടിയെ പരിചയപ്പെടുന്നത്. പരിചയപ്പെടാൻ കാരണം ആ കുട്ടിയുടെ 8ാം സെമസ്റ്റർ വിദ്യാഭ്യാസം നടക്കുന്ന എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ 8ാം സെമസ്റ്റർ വളരെ അപകടകരമായ, വളരെ പരിതാപകരമായ, ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുമായിട്ട് ഒരു ദിവസം ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുമ്പോഴത്തേക്കും അവൾ വല്ലാത്ത കരച്ചിലാണ്. അവൾ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: വീട്ടിൽ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ വന്നപ്പോഴത്തേക്കും സ്വാതന്ത്ര്യം കിട്ടി, നന്നായിട്ട് അത് ദുർവിനിയോഗിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരും വിദേശത്താണ്. NRI കോട്ടയിലാണ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. സ്വന്തം നാട്ടിലുള്ള വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, സഹോദരൻ ഒരാൾ മറ്റൊരിടത്ത് പഠിക്കുകയാണ്. അപ്പം എല്ലാ തരത്തിലും അകന്നു മാറിയുള്ള ആ ജീവിതം, അനോണിമസ് ആയിട്ടുള്ള ആ ജീവിതം നൽകിയ സ്വാതന്ത്ര്യം ഈ പെൺകുട്ടി നന്നായിട്ട് ദുർവിനിയോഗിച്ചു. അതിൻ്റെ പരിണത ഫലമായിട്ട് എന്താ സംഭവിച്ചത്? 2 അബോർഷൻ. മോശമായ ബന്ധങ്ങളിലേക്ക് പോവുകയും ആ ബന്ധങ്ങൾ ഒരു കുറ്റബോധവുമില്ലാതെ തൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് കാരണമായി തീരുന്നു. 21-22 വയസ്സിനിടയ്ക്ക് 2 അബോർഷൻ. ഇപ്പോൾ പറയുന്നത് ഉറങ്ങാൻ പറ്റണില്ല. കിടന്നുറങ്ങുമ്പോഴത്തേക്കും തലയണയുടെ അടിയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു. ഇപ്പോഴാണ് മനസാക്ഷിക്കുത്തുണ്ടായത്. ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള അജ്ഞത. തൻ്റെ ശരീരം ക്ഷേത്രമാണെന്നും ആ ക്ഷേത്രം കച്ചവട സ്ഥലമാക്കരുതെന്നും ബോധ്യമുണ്ടെങ്കിൽ അപ്രകാരമുള്ളൊരു പാപകരമായ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യില്ലായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ശരീരം സക്രാരി പോലെ പവിത്രമായി തീരുകയാണ്. ആ ശരീരത്തെ അനാവശ്യമായ ആഘോഷങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഈശോ പറഞ്ഞതുപോലെ തന്നെ അത് കച്ചവട സ്ഥലമാക്കി തീർക്കരുത്. അത്തരത്തിലാക്കി തീർക്കാനുള്ള പ്രലോഭനങ്ങൾ നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്ക് വരെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവട്ടെ. ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക പരാധീനത വന്നപ്പോൾ ആരുടെയോ ഉപദേശപ്രകാരം ഈ പരാധീനതയെ അതിജീവിക്കാൻ അവർ പോയത് മന്ത്രവാദിയുടെ അടുത്താണ്. കത്തോലിക്കരാണ്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പക്ഷെ ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാതെ വന്നപ്പോഴത്തേക്കും ആരോ ഉപദേശിച്ചു, ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആരുടെ അടുത്ത് പോയാൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അവസാനം മന്ത്രവാദി ജപിച്ചു കൊടുത്ത ചുവന്ന പട്ടിൽ എന്തോ ഒരു കാര്യം, തുറന്നു നോക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അവരുടെ അവസ്ഥ പരിതാപകരമായി മാറുകയാണ്. പിന്നെ നഷ്ടങ്ങളുടെ ഒരു പരമ്പരയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഡിവോഴ്സിന്റെ വക്കിലാണ്. 6 വർഷത്തെ പ്രണയം, 11 വർഷത്തെ ദാമ്പത്യം. അജ്ഞത കൊണ്ട് നമ്മളിൽ പലരും ഈ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകളിലേക്ക് പോകുന്നുണ്ട്. കരയാമ്പറമ്പ് പള്ളിയുടെ അൾത്താരയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് നൊവേന കൂടിയിട്ട് ധ്യാനത്തിന് പോയിട്ട് സംഭവിച്ചില്ല, അനുഗ്രഹപൂർണമായി മാറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി അജ്ഞത കൊണ്ട് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അവസാനം വലിയ നഷ്ടങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം കൂപ്പുകൂത്തുന്നത്. നമ്മുടെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരിടമാണ് വീട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. +2 കഴിഞ്ഞ മകന്റെ വസ്ത്രം അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോൾ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ പൊടി താഴേക്ക് വീഴുന്നു. അല്പം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള അമ്മയ്ക്ക് മനസ്സിലായത് റവയും മൈദയും അരിപ്പൊടിയൊന്നുമല്ല, ഏതോ ഡ്രഗാണ്, ഏതോ മയക്കുമരുന്നാണ്. അമ്മ ആകെ ഭയചകിതയാകുകയാണ്. ജോലിയുടെ തിരക്കിലും ധനസമ്പാദനത്തിന്റെ വ്യഗ്രതയിലും മക്കളുടെ കാര്യങ്ങൾ അതുവരെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് മകൻ എവിടെ ചെന്നെത്തിയെന്ന് അമ്മയ്ക്കറിയില്ല. ഈ പൊടി താഴെ വീണപ്പോഴാണ് ശ്രദ്ധിച്ചത്. അശ്രദ്ധ കൊണ്ട് മക്കൾ നമ്മുടെ കൈവെള്ളയിലൂടെ ഊർന്നു പോകുന്നു. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയുമെന്നുള്ള തിരുവചനം അന്വർത്ഥമാക്കുന്ന ജീവിതം ഈശോയെ ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ ധീര രക്തസാക്ഷിയായി മരിച്ച ഈ പുണ്യവാന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ ഇടവക സമൂഹത്തിലും നമ്മുടെ എല്ലാവരുടെയും ജോലിയുടെയും പഠനത്തിൻ്റെയും മേഖലകളിലും ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പലവിധ അസുഖങ്ങളാൽ വലയുന്ന എല്ലാവർക്കും സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതം 3 കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കേണ്ടതായിട്ടുണ്ട്. 1 അർത്ഥപൂർണമായ യൗവനം, 2 പ്രസാദാത്മകമായ വാർദ്ധക്യം, 3 ശാന്തമായ മടക്കയാത്ര. ശാന്തമായ മടക്കയാത്രയുടെ മധ്യസ്ഥനാണ് നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ യൗസേപ്പ് പിതാവ്. യഥാർത്ഥ ആത്മീയതയിൽ നമ്മൾ പുലരുന്നുണ്ടെങ്കിൽ ആ ആത്മീയ ജീവിതം ഈ 3 കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കും. യൗവനം അർത്ഥപൂർണമായിരിക്കും, വാർദ്ധക്യം പ്രസാദാത്മകമായിരിക്കും, മടക്കം ശാന്തമായിരിക്കും. നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണവും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ധ്യാനവും മറ്റെല്ലാ തരത്തിലുമുള്ള ഭക്താഭ്യാസങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങൾ സമ്മാനിക്കുന്ന ആത്മീയ ജീവികളായി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ 3 ഉപമകൾ ഈശോ അരുൾ ചെയ്യുന്നു. അതിൽ 2 ഉപമ വായിച്ചു കേട്ടു. 3-ാമത്തെ ഉപമ അല്പം ദൈർഘ്യമേറിയതായതുകൊണ്ട് നമ്മൾ വായിച്ചില്ല. 3 ഉപമകളിലും പ്രധാന വിഷയം നഷ്ടമാണ്. എന്താണ് പാപം എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പാപം നഷ്ടമാണ്. എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെടുന്നു. പ്രസാദവരം നഷ്ടപ്പെടുന്നു, ദൈവകൃപ നഷ്ടപ്പെടുന്നു, ജീവിതം തന്നെ ചിലപ്പോൾ നഷ്ടപ്പെടാനായിട്ട് പാപകരമായ അവസ്ഥ കാരണമാവുന്നു. പാപം നമുക്ക് സമ്മാനിക്കുന്നത് നഷ്ടമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കച്ചവടം നടത്തുന്ന മനുഷ്യൻ ഒരവധി ദിവസം തൻ്റെ കട തുറന്നില്ല. വൈകുന്നേരം തൻ്റെ ഭാര്യയോട് പറയുന്നു, ഇന്ന് എനിക്ക് 1000 രൂപ നഷ്ടമായി. കച്ചവടം ചെയ്തിട്ടുണ്ടായ നഷ്ടമല്ല, കച്ചവടം ചെയ്യാതെ ഉണ്ടായ നഷ്ടമാണ്. ശരിയായ കാര്യങ്ങൾ, വ്യവഹാരങ്ങൾ, വിനിമയങ്ങൾ സംഭവിക്കാത്തത് കൊണ്ട് നഷ്ടമുണ്ടായെന്നാണ് പറയണേ. അപ്രകാരമുള്ള നഷ്ടങ്ങളുടെ കണക്കെടുപ്പായിട്ട് നമ്മുടെ പാപകരമായ ജീവിതം മാറുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഉപമകൾ. ഈ 3 ഉപമകളിലും നഷ്ടമാണ് പറയുന്നത്. അതിനൊരു പാറ്റേൺ ഉണ്ട്. നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടി, ആഹ്ലാദിക്കുന്നു. നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടി, ആഹ്ലാദിക്കുന്നു. നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടി, ആഹ്ലാദിക്കുന്നു. 3 ഒരേ പാറ്റേണാണ്. 100 ആടുകൾ ഉണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. 10 നാണയം ഉണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. 2 പുത്രന്മാരുണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. 100-ൽ 1 നഷ്ടപ്പെടുന്നു, 10-ൽ 1 നഷ്ടപ്പെടുന്നു, 2-ൽ 1 നഷ്ടപ്പെടുന്നു. പിന്നീട് കണ്ടുകിട്ടുന്നു, ആഹ്ലാദിക്കുന്നു. പക്ഷേ ഈ 3 ഉപമകൾക്കും ഒരേ പാറ്റേൺ ആണെങ്കിലും ഈ 3 നഷ്ടങ്ങൾക്കും കാരണം 3ആണ്. ആട് നഷ്ടപ്പെടാൻ കാരണം അജ്ഞതയാണ്. നാണയം നഷ്ടപ്പെടാൻ കാരണം അശ്രദ്ധയാണ്. മകൻ നഷ്ടപ്പെടാൻ കാരണം അഹന്തയാണ്. നമ്മുടെ അജ്ഞത കൊണ്ടും നമ്മുടെ അശ്രദ്ധ കൊണ്ടും നമ്മുടെ അഹന്ത കൊണ്ടുമാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് പാപം. ഈ 3 കാര്യങ്ങളെ നമുക്ക് അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മശോധന ചെയ്ത് കൂടുതൽ വിശദീകരിക്കപ്പെടാം. എപ്രകാരമാണ് അജ്ഞത നഷ്ടത്തിന് കാരണമാവുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ജനം അജ്ഞത കൊണ്ട് നശിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരാകുന്നത് കൊണ്ട് പാപകരമായ അവസ്ഥകളിലേക്ക് പ്രവേശിക്കുകയും അത് നഷ്ടത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ബോധ്യങ്ങളിലൊന്ന് ഈ കാലഘട്ടത്തിൽ ശരീരം ക്ഷേത്രമാണ് എന്ന അറിവാണ്. പലപ്പോഴും അതങ്ങനെയല്ല.
ശരീരം സത്രമാണെന്നാണ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് തരത്തിൽ വേണമെങ്കിലുള്ള വിനിമയങ്ങളിലൂടെയും എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുന്ന തരത്തിലുള്ള അജ്ഞത ബാധിച്ച, തിമിരം ബാധിച്ച ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ ആഘോഷങ്ങളും ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതും അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതുമാണ്. അപ്പം അതുകൊണ്ട് ശരീരത്തെക്കുറിച്ചുള്ള അജ്ഞത അപകടകരമായ അവസ്ഥകളിലേക്ക് നയിക്കുകയും അത് നമുക്ക് നഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്തിന് അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടി മധ്യ തിരുവിതാംകൂറിൽ കത്തോലിക്ക കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന സമയത്താണ് ഈ കുട്ടിയെ പരിചയപ്പെടുന്നത്. പരിചയപ്പെടാൻ കാരണം ആ കുട്ടിയുടെ 8ാം സെമസ്റ്റർ വിദ്യാഭ്യാസം നടക്കുന്ന എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ 8ാം സെമസ്റ്റർ വളരെ അപകടകരമായ, വളരെ പരിതാപകരമായ ഒരുപാട് നഷ്ടങ്ങളുടെ കണക്കുമായിട്ട് ഒരു ദിവസം ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെടുമ്പോഴത്തേക്കും അവൾ വല്ലാത്ത കരച്ചിലാണ്. അവൾ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: വീട്ടിൽ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് പഠിക്കാൻ വന്നപ്പോഴത്തേക്കും സ്വാതന്ത്ര്യം കിട്ടി, നന്നായിട്ട് അത് ദുർവിനിയോഗിച്ചു. മാതാപിതാക്കൾ രണ്ടുപേരും വിദേശത്താണ്, NRI കോട്ടയിലാണ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. സ്വന്തം നാട്ടിലുള്ള വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, സഹോദരൻ ഒരാൾ മറ്റൊരിടത്ത് പഠിക്കുകയാണ്. അപ്പം എല്ലാ തരത്തിലും അകന്നു മാറിയുള്ള ആ ജീവിതം, അനോണിമസ് ആയിട്ടുള്ള ആ ജീവിതം നൽകിയ സ്വാതന്ത്ര്യം ഈ പെൺകുട്ടി നന്നായിട്ട് ദുർവിനിയോഗിച്ചു. അതിൻ്റെ പരിണത ഫലമായിട്ട് എന്താ സംഭവിച്ചത്? 2 അബോർഷൻ. മോശമായ ബന്ധങ്ങളിലേക്ക് പോവുകയും ആ ബന്ധങ്ങൾ ഒരു കുറ്റബോധവുമില്ലാതെ തൻ്റെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട 2 കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് കാരണമായി തീരുന്നു. 21-22 വയസ്സിനിടയ്ക്ക് 2 അബോർഷൻ. ഇപ്പോൾ പറയുന്നത് ഉറങ്ങാൻ പറ്റണില്ല, കിടന്നുറങ്ങുമ്പോഴത്തേക്കും തലയണയുടെ അടിയിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നു. ഇപ്പോഴാണ് മനസാക്ഷി കുത്തുണ്ടായത്. ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള അജ്ഞത, തൻ്റെ ശരീരം ക്ഷേത്രമാണെന്നും ആ ക്ഷേത്രം കച്ചവട സ്ഥലമാക്കരുതെന്നും ബോധ്യമുണ്ടെങ്കിൽ അപ്രകാരമുള്ളൊരു പാപകരമായ അവസ്ഥയിലേക്ക് പോകില്ലായിരുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുകയും ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ ശരീരം സക്രാരി പോലെ പവിത്രമായി തീരുകയാണ്. ആ ശരീരത്തെ അനാവശ്യമായ ആഘോഷങ്ങൾക്ക് വിട്ടുകൊടുക്കരുത്. ഈശോ പറഞ്ഞതുപോലെ തന്നെ അത് കച്ചവട സ്ഥലമാക്കി തീർക്കരുത്. അത്തരത്തിലാക്കി തീർക്കാനുള്ള പ്രലോഭനങ്ങൾ നമുക്ക് എല്ലാവർക്കും, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്ക് വരെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവട്ടെ. 6 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതരായ ദമ്പതികൾ, 2 കുട്ടികളുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി. 17 വർഷത്തെ സ്നേഹബന്ധം. ഭർത്താവിൻ്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക പരാധീനത വന്നപ്പോൾ ആരുടെയോ ഉപദേശപ്രകാരം ഈ പരാധീനതയെ അതിജീവിക്കാൻ അവർ പോയത് മന്ത്രവാദിയുടെ അടുത്താണ്. കത്തോലിക്കരാണ്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവരാണ്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പക്ഷെ ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാതെ വന്നപ്പോഴത്തേക്കും ആരോ ഉപദേശിച്ചു, ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആരുടെ അടുത്ത് പോയാൽ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും. സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അവസാനം മന്ത്രവാദി ജപിച്ചു കൊടുത്ത ചുവന്ന പട്ടിൽ എന്തോ ഒരു കാര്യം, തുറന്നു നോക്കരുതെന്ന് പറഞ്ഞ ഒരു കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു. അവരുടെ അവസ്ഥ പരിതാപകരമായി മാറുകയാണ്. പിന്നെ നഷ്ടങ്ങളുടെ ഒരു പരമ്പരയാണ്. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഡിവോഴ്സിന്റെ വക്കിലാണ്. 6 വർഷത്തെ പ്രണയം, 11 വർഷത്തെ ദാമ്പത്യം. അജ്ഞത കൊണ്ട് നമ്മളിൽ പലരും ഈ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകളിലേക്ക് പോകുന്നുണ്ട്. കരയാമ്പറമ്പ് പള്ളിയുടെ അൾത്താരയിൽ വന്നിട്ട് എനിക്ക് കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് നൊവേന കൂടിയിട്ട് ധ്യാനത്തിന് പോയിട്ട് സംഭവിച്ചില്ല, അനുഗ്രഹപൂർണമായി മാറിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടി അജ്ഞത കൊണ്ട് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അവസാനം വലിയ നഷ്ടങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം കൂപ്പുകൂത്തുന്നത്. കഴിഞ്ഞ ദിവസം കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്.
എൻ എൻ എ നസീർ എന്ന് പറഞ്ഞൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ലേഖനമാണ് കുട്ടികളെ പഠിപ്പിക്കുക, കാട്ടിലെ കിളിക്കൂട്ടം. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ ആ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മൈന അല്ലെങ്കിൽ മാടത്ത എന്ന് പറയുന്ന കിളിയുടെ പല ഇനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ പറയുമ്പോഴത്തേക്കും ആ പേരുകൾ അടിച്ചു നോക്കി ആ മൈന ഏതാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്. നമ്മൾ സാധാരണ കാണുന്നത് മാത്രമല്ല, മൈനയുടെ മാടത്തയുടെ പല വിഭാഗങ്ങളുണ്ട്, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി, കാരണം മൊബൈൽ ഈ സാധാരണ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ അനുവാദമില്ല. അപ്പോൾ അധ്യാപകൻ തന്നെ പറഞ്ഞതുകൊണ്ട് ഉപയോഗിക്കാം. അവർ വേഗം മൊബൈൽ എടുത്തു, ഓരോ മൈനകളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി, ആ കുട്ടി മൊബൈൽ അവൾ എടുത്തിട്ടുമില്ല, അവൾ കൂട്ടുകാരനെ മൊബൈലിൽ നോക്കുന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ നോക്കാത്തത്? അത് നമുക്ക് പഠിക്കാനുള്ളതല്ലേ, ഒന്ന് പരിചയപ്പെട്. ഏതാണ് അതിൻ്റെ വർണ്ണം, അതിൻ്റെ ശിരസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ തൂവലുകൾ എങ്ങനെയായിരിക്കണേക്കെ ഒന്ന് പരിചയപ്പെട്. അപ്പോൾ ആ കുട്ടി പറയാണ്, ആ കുട്ടിയല്ല പറഞ്ഞത്, തൊട്ടടുത്തിരിക്കുന്ന അവളുടെ കൂട്ടുകാരിയാണ് പറഞ്ഞത്, അച്ഛാ രാവിലെ തന്നെ മൈനയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം പോക്കാണ്, അതുകൊണ്ട് അവൾ നോക്കാത്തത്. ഞാൻ പറഞ്ഞു, രാവിലെയൊക്കെ കഴിഞ്ഞ് മണി 10:30 ഇനിയിപ്പോൾ എന്ത് രാവിലെ? രാവിലെ തന്നെ മൈനയെ കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം പോക്കാണ്. എന്തുമാത്രം അന്ധവിശ്വാസങ്ങളാണ് നമ്മൾ പുലരുന്നത്. ഇപ്പോഴും വീട് വെച്ചിരിക്കാനും കല്ലിടാനും രാഹുകാലം നോക്കുന്നവരുണ്ട്. ഈ രാഹു ആരാ, കേതു എന്താണ് നിങ്ങൾക്കറിയോ? പാലാഴി മദനവുമായി ബന്ധപ്പെട്ടുണ്ടായ പുരാണ ഐതിഹ്യത്തിന്റെ ഫലമായിട്ട് ഒരു രാക്ഷസന്റെ ശിരസ് മഹാവിഷ്ണു ഛേദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രൂപപ്പെട്ടതാണ് പുരാണം അനുസരിച്ച് രാഹുവും കേതുവും. വിശ്വാസികളെ നമ്മൾ ഇത് നോക്കിയിട്ടാ തറക്കല്ലിടുന്നതും വീട് വെച്ചിരിക്കുന്നതും. എന്തൊരു അജ്ഞതയാ! അജ്ഞത കൊണ്ട് ഈ ജനം നശിക്കുന്നു, നഷ്ടങ്ങൾ സംഭവിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ അപരിമയമായ ശക്തിയിൽ ആശ്രയിക്കാതെ അജ്ഞത കൊണ്ട് അവിടെയും ഇവിടെയും പോവുകയും ശരീരത്തിനെ അനാവശ്യമായ ആഘോഷങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും വിശുദ്ധി നഷ്ടപ്പെടുകയും അത് വലിയ സങ്കടങ്ങൾക്ക്, നഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുകയാണ്. അജ്ഞത കൊണ്ട് ആടിന് അതിൻ്റെ ആലയിലേക്ക് വരാൻ പറ്റിയില്ല, അത് നഷ്ടമായി. രണ്ടാമതായി, അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന നഷ്ടമാണ് നാണയത്തിൻ്റേത്. എന്താണ് ഈ 10 നാണയം? യഹൂദ സംസ്കാരത്തിൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ, വിവാഹിതയാവുന്ന അവസരത്തിൽ നമ്മുടെ വിവാഹ മോതിരം പോലെ അല്ലെങ്കിൽ നമ്മുടെ താലി പോലെ അവരുടെ ശിരസിൽ സീമന്തരേഖയിൽ അണിയുന്ന ഒരാഭരണമാണ് 10 നാണയങ്ങൾ ചേർന്ന ഒരു മാല. ഇപ്പോഴും അത്തരത്തിലുള്ള ചില അലങ്കാര ആഭരണങ്ങളൊക്കെ സ്ത്രീകൾ വിവാഹത്തിൻ്റെ അവസരത്തിൽ സീമന്തരേഖയിൽ അണിയാറുണ്ട്. അപ്രകാരം വിലപ്പെട്ടതാണ് അവർക്ക്. ഒരു സ്ത്രീക്ക് താലി പോലെ അല്ലെങ്കിൽ വിവാഹമോതിരം പോലെ അത്രയും വിലപ്പെട്ടതാണ് ഈ 10 നാണയം ചേർന്ന ഈ ആഭരണം. അതിലൊന്നാണ് നഷ്ടമായത്. അതുകൊണ്ടാണ് അവൾ വിളക്ക് കൊത്തി വീട് മുഴുവൻ അടിച്ചു വാരുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു 50 പൈസ അല്ലെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 10 രൂപ 20 രൂപ അങ്ങനെ നാണയത്തെ കണക്കാക്കരുത്. അവളുടെ വിവാഹത്തിന്റെ താലി പോലെ, വിവാഹമോതിരം പോലെ പ്രധാനപ്പെട്ട ആഭരണത്തിലെ ഒരു നാണയമാണ് നഷ്ടമായത്. വലിയ നഷ്ടമാണത്. അത് വീട്, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന ലൂക്കാസ് വിശേഷകൻ നൽകുന്നു. അവൾ വീട് മുഴുവൻ അടിച്ചു വാരി. നമ്മുടെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഒരിടമാണ് വീട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. +2 കഴിഞ്ഞ മകന്റെ വസ്ത്രം അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോൾ പാൻറ്റിന്റെ പോക്കറ്റിൽ നിന്ന് എന്തോ പൊടി താഴേക്ക് വീഴുന്നു. അല്പം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള അമ്മയ്ക്ക് മനസ്സിലായത് റവയും മൈദയും അരിപ്പൊടിയൊന്നുമല്ല, ഏതോ ഡ്രഗാണ്, ഏതോ മയക്കുമരുന്നാണ്. അമ്മ ആകെ ഭയചകിതയാകുകയാണ്. ജോലിയുടെ തിരക്കിലും ധനസമ്പാദനത്തിന്റെ വ്യഗ്രതയിലും മക്കളുടെ കാര്യങ്ങൾ അതുവരെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് മകൻ എവിടെ ചെന്നെത്തിയെന്ന് അമ്മയ്ക്കറിയില്ല. ഈ പൊടി താഴെ വീണപ്പോഴാണ് ശ്രദ്ധിച്ചത്. അശ്രദ്ധ കൊണ്ട് മക്കൾ നമ്മുടെ കൈവെള്ളയിലൂടെ ഊർന്നു പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, ഒരാഴ്ച മുമ്പ് ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എറണാകുളത്തെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അമ്മ കാക്കനാട് ജോലി ചെയ്യുന്നു, അപ്പൻ മറ്റൊരിടത്താണ്. മൂത്ത സഹോദരി മധുരയിൽ നഴ്സിംഗ് പഠിക്കുന്നു. 4 പേര് 4 ദിക്കിലാണ്. അപ്പാപ്പനും അമ്മാമ്മയും വീട്ടിലുണ്ട്. അവർ തമ്മിൽ കലഹമാണ്. ആ കലഹം പരിഹരിക്കാൻ വേണ്ടി അമ്മാമ്മ ഇപ്പോൾ മകൻ്റെ കൂടെ അബുദാബിയിലാണ്. വല്ലാതെ പരിതാപകരമാവുന്ന കുടുംബാന്തരീക്ഷം. മകൾക്ക് മൊബൈൽ ഫോണൊന്നും ആ സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്റ്റൽ ഉപയോഗിക്കാൻ അനുവാദമൊന്നുമില്ല. അതുകൊണ്ട് അവൾ വളരെ മനോഹരമായ പഴയ ഒരു ആചാരത്തിലേക്ക് പ്രവേശിച്ചു. ലെറ്റർ.
അവളുടെ തന്നെ കസിനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, ഈ പെൺകുട്ടിക്ക് 15 വയസ്സ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവൻ ഏകദേശം 20-21 വയസ്സ്, ഈ ക്രിസ്മസ് അവധിക്ക് വന്നപ്പോഴത്തേക്കും അവൾ അവന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്, ലവ് ലെറ്റർ. ഇന്ന് ആരും എഴുതാറില്ല. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ കുട്ടി പഴയ ആ ഒരു ആചാരത്തിലേക്ക് പ്രവേശിച്ചു. അമ്മ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നോട് പറഞ്ഞതാണ്, പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് നല്ല റൊമാൻറ്റിക് വാക്കുകളാണെങ്കിൽ എനിക്ക് പേടി തോന്നില്ലായിരുന്നു. പക്ഷെ അതിലെഴുതിയിരിക്കുന്നത് മുഴുവനും മ്ലേച്ഛമായ കാര്യങ്ങളാണ്. ഏറെക്കുറെ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് പോലുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തൻ്റെ കാമുകന് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ വീടിൻ്റെ അന്തരീക്ഷം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ധനസമ്പാദനത്തിൻ്റെ വ്യഗ്രത, ജോലിയുടെ തിരക്ക്, ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള ഓട്ടം തന്നെയാണ്. പക്ഷെ ആർക്കു വേണ്ടി? എന്ത് നന്മയ്ക്ക് വേണ്ടി? അതിനിടയിൽ കൈവെള്ളയിലൂടെ പലതും ഊർന്നു പോകുന്നു, നഷ്ടമാവുന്നു. ചിലപ്പോൾ ജീവിത പങ്കാളികളെ, ഒരുപക്ഷെ പലതരത്തിലുള്ള മോശമായ ബന്ധങ്ങളിലേക്ക് ആളുകൾ പോകുന്നതിന് കാരണം വേണ്ടത്ര ശ്രദ്ധ വേണ്ടപ്പെട്ടവർ കൊടുക്കാത്തത് കൊണ്ട് കൂടിയല്ലേ? നമുക്കറിയാം, കേൾക്കുന്ന വാർത്തകളിലൊക്കെ ഈ ആളുകൾ ചെന്നുപെടുന്നത് യഥാർത്ഥ സ്നേഹത്തിലൊന്നുമല്ല. സ്നേഹമെന്ന് നടിക്കുന്ന, അഭിനയിക്കുന്ന ബന്ധങ്ങൾ. അത് ചെന്ന് ചേരുന്ന വ്യക്തിക്കും അറിയാം, ഇവൻ എന്നെ സ്നേഹിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല, ഇവളെന്നെ സ്നേഹിക്കുന്നത് യഥാർത്ഥ സ്നേഹമൊന്നുമല്ല. എന്നാലും ആ സ്നേഹം കിട്ടാൻ വേണ്ടി, കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് നാളത്തേക്ക് കിട്ടാൻ വേണ്ടി സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന ബന്ധങ്ങളിലേക്ക് പോകാൻ കാരണം വേണ്ടപ്പെട്ടവരിൽ നിന്ന് ശ്രദ്ധാപൂർവമായ സ്നേഹം കിട്ടാത്തത് കൊണ്ട് കൂടിയാവില്ലേ? അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന ബന്ധങ്ങൾ, അതിൻ്റെ വ്യാകുലതകൾ, പിന്നീടുണ്ടാവുന്ന ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ. മൂന്നാമത്തത് അഹന്ത. മകൻ അപ്പനോട് പറയുകയാണ്, സ്വത്തിൽ എനിക്ക് എൻ്റെ ഓഹരി നൽകുക, എനിക്ക് എൻ്റെ. അഹംഭാവം, അഹന്ത. എല്ലാ സംസ്കാരങ്ങളിലും, എല്ലാ കാലഘട്ടങ്ങളിലും, എല്ലാ ഇടങ്ങളിലും അപ്പൻ്റെ സ്വത്ത് മക്കൾക്കുള്ളതാണ്. എപ്പോൾ? അപ്പൻ മരിച്ചതിന് ശേഷം. അപ്പം മരിച്ചതിന് ശേഷം മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അതവനറിയാം. അതുകൊണ്ട് അവൻ പറയണത്, സ്വത്തിൽ എൻ്റേത് തരിക എന്ന് പറഞ്ഞാൽ അപ്പം മരിച്ചു, അവൻ്റെ മനസ്സിൽ അപ്പം മരിച്ചു, അതുകൊണ്ട് സ്വത്ത് തന്നേക്കുക. ആ സ്വത്തുമായി അവൻ ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു, ദൂർത്തടിക്കുന്നു. അങ്ങനെയാണ് വാക്ക് ഈശോ ഉപയോഗിക്കുക ഉപമയിൽ. അവസാനം അവനെ തന്നെ നഷ്ടമായിട്ട് പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് അവൻ പന്നിക്കൂട്ടിൽ പന്നിയോടുകൂടി മല്ലിടുകയാണ്. അഹന്ത കൊണ്ട് സംഭവിച്ച നഷ്ടമാണത്. വീട് നഷ്ടമായി, വീടിൻ്റെതായ നന്മകൾ നഷ്ടമായി, അവസാനം പന്നിക്കൂട്ടി കിടക്കുന്നു. അഹന്ത. ഞാനെന്ന ഭാവം. ഒരിടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയാണ്. പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്നത് വിൻസെൻഷൻ അച്ഛന്മാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇടവകയിൽ നടന്നിട്ടുണ്ടാവും. ആ ഇടവക വലുതായതുകൊണ്ട് 4ഓ 5ഓ സെൻറ്ററുകളാക്കി മാറ്റിയാണ് ധ്യാനം പലയിടങ്ങളിൽ നടക്കുന്നു. അവസാന ദിവസമാണ് റാലിയായിട്ട് എല്ലാവരും പള്ളിയിലേക്ക് എത്തിച്ചേരുക. രണ്ടാമത്തെ ദിവസം അന്ന് വിൻസെഷൻ സഭയിലെ റോമുളൂസ് എന്ന് പറഞ്ഞ അച്ഛനാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുക. അപ്പോൾ അച്ഛനൊരു വീട്ടിൽ ചെന്നു. പകൽ സമയത്ത് മുഴുവനും ഈ വൈദികർ വീടുകൾ കയറി ഇറങ്ങി സന്ദർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ കുടുംബനാഥൻ പറഞ്ഞു, അച്ഛാ പ്രത്യേകം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മകൾക്ക് ആസ്മയാണ്, വലിവിൻ്റെ അസുഖമുണ്ട്. കുറേ നാളുകളായി പല വൈദ്യന്മാരെ കാണിച്ചു, പക്ഷെ അത് മാറുന്നില്ല. നമുക്കറിയാം, ആസ്മ പലർക്കും അലർജറ്റിക്കാണ്, അത്ര എളുപ്പത്തിൽ അതങ്ങ് മാറില്ല. അച്ഛൻ റോമുളൂസ് അച്ഛൻ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, ഈ വീട്ടിൽ ഒരു കല്ലിരിപ്പുണ്ട്, അതെടുത്തു മാറ്റിയാൽ ദൈവത്തിൻ്റെ കൃപ പ്രവേശിക്കും. ഈ മനുഷ്യന് കല്ലെന്താണെന്ന് മനസ്സിലായില്ല. കല്ലും അസുഖം തമ്മിൽ എന്താ ബന്ധം? മൂത്രത്തി കല്ലിൻ്റെ കാര്യമല്ല പറഞ്ഞു, ആസ്മയുടെ കാര്യമാണ്. അച്ഛൻ ഉദ്ദേശിച്ചത് ബൈബിളിലെ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, ലാസറിന്റെ മരണത്തിന് ശേഷം ലാസറിനെ ഉയർപ്പിക്കാനായി ഈശോ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ആ സുവിശേഷം വായിക്കുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത്ര ശക്തിയില്ലാത്ത ഒരാളാണോ ഇവന് ജീവൻ കൊടുക്കാൻ പോണത്? ചീഞ്ഞഴിഞ്ഞ ലാസറിന്റെ ശരീരത്തിന് ജീവന്റെ സമൃദ്ധി നൽകാൻ സാധിക്കുന്ന ജീവന്റെ തമ്പുരാൻ പറയുകയാണ്, ആ കല്ലെടുത്ത് മാറ്റുവിൻ. ഈശോയ്ക്ക് പറഞ്ഞാൽ പോരെ, ആ കല്ലങ്ങ് മാറിപ്പോട്ടെ, ലാസർ പുറത്തേക്ക് വരട്ടെ എന്ന്? ഈശോ പറയില്ല.
കാരണം ആ കല്ല് മനുഷ്യൻ ഉണ്ടാക്കിയ തടസ്സമാണ്. ജീവന്റെ തമ്പുരാനും ചീഞ്ഞഴിഞ്ഞ ശരീരത്തിനും മധ്യേ മനുഷ്യനെടുത്തു വെച്ച മനുഷ്യനുണ്ടാക്കിയ തടസ്സമാണ്. അത് മനുഷ്യൻ തന്നെ മാറ്റണം. ഈ ഒരർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, ഈ വീട്ടിൽ ദൈവത്തിന്റെ കൃപാവരം കടന്നു വരാൻ തടസ്സമായിട്ട് നിൽക്കുന്ന എന്തോ ഒന്നുണ്ട്, അത് മാറ്റണം. പറഞ്ഞു വന്നപ്പോഴത്തേക്കും അത് സ്വന്തം സഹോദരനോടുള്ള വല്ലാത്ത പകയും വൈരാഗ്യവുമാണ്. ഈ കുഞ്ഞിന് എത്രത്തോളം വയസ്സ് പഴക്കമുണ്ട് അസുഖത്തിന്, ഏറെക്കുറെ അത്രയും വഴക്കമുണ്ട് സഹോദരനുമായിട്ടുള്ള വൈരാഗ്യത്തിന്. അച്ഛൻ പറഞ്ഞു അതെല്ലാം മറന്ന് അനുരഞ്ജിതരാകുക, ഈ ധ്യാനം അതിനുള്ളൊരു അവസരമാക്കി മാറ്റുക, ദൈവത്തിൻ്റെ വലിയ കൃപകൾ ധാരാളമായിട്ട് ലഭിക്കും, കുഞ്ഞിൻ്റെ അസുഖവും മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞതെന്താണെന്നറിയോ? ആ പിശാചിനോട് മിണ്ടിയിട്ട് എൻ്റെ മോള് സുഖം പ്രാപിക്കണ്ട. ആ പിശാചിനോട് മിണ്ടിയിട്ട് മോളവിടെ അങ്ങനെ ഇരുന്നോട്ടെ, അവൾക്ക് സുഖമൊന്നും വേണ്ട. അഹന്ത, നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അഹന്ത കൊണ്ട് ഉണ്ടാകുന്ന വാശിയും വൈരാഗ്യവും വെറുപ്പും എത്രമാത്രം നഷ്ടങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കുന്നത്. പീലാത്തോസിനോട് ഭാര്യ ക്ലോഡിയ എന്ന് പറയുന്നുണ്ട്, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്, സ്വപ്നത്തിലുണ്ടായ ദർശനം അനുസരിച്ചാണ്. ഈശോയെ വധിക്കുന്നതും വിധിക്കുന്നതും ഒക്കെ പീലാത്തോസാ, പക്ഷെ ഉറക്കം നഷ്ടപ്പെടുന്ന ക്ലോഡിയായിക്കാം. നമ്മുടെ അഹന്ത മൂലം നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. നമുക്ക് മാത്രമല്ല. ഭർത്താവാണ് തീരുമാനം എടുക്കുന്നത്, പക്ഷെ ഭാര്യക്കാണ് ഉറക്കം നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ മാത്രമല്ല, അതെന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കും ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സമ്മാനിച്ചേക്കാം. അപ്പൻ്റെ അഹന്ത മകൾക്ക് രോഗത്തിന് കാരണമാവുന്നു. അങ്ങനെ ഒരു തീരുമാനമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിട്ട് ചില ആത്മീയ വെളിച്ചത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ചിലപ്പോൾ അത് ദൈവം തന്നെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ അപ്പനൊന്ന് അനുരഞ്ജനപ്പെട്ടാൽ അത് മഹത്വത്തിന് കാരണമാകും. ഈ 3 കാര്യങ്ങൾ നമുക്ക് നഷ്ടങ്ങൾ സമ്മാനിക്കുന്നു: അജ്ഞത, അശ്രദ്ധ, അഹന്ത. എന്താണ് ഇതിന് പ്രതിവിധി? ജ്ഞാനം, ധ്യാനം, വിനയം. ജ്ഞാനമുള്ള മനുഷ്യരാകുക, അറിവുണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീ ഈശോയുമായി സംഭാഷണം നടത്തുമ്പോഴത്തേക്കും ആരാധനയെക്കുറിച്ചൊക്കെ വളരെ ഗൗരവമായ സംഭാഷണത്തിൽ അവർ ഏർപ്പെടുന്നുണ്ട്. ഈ സ്ത്രീയോട് ഈശോ പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അതാണ് ശ്രേഷ്ഠം. അറിവുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അറിയുന്നതിനെയാണോ ആരാധിക്കുന്നത്? ഒരുപക്ഷെ അറിയാത്തതിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ എങ്ങോട്ടൊക്കെയോ ഓടുന്നത്. സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അവൻ മതി, പിന്നെ വേറെ അറിവിന്റെ കാരണമില്ല. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ജ്ഞാനം, സോളമൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ലൗകികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സോളമൻ പ്രാർത്ഥിച്ചത്. സോളമൻ പ്രാർത്ഥിച്ചത് എനിക്ക് ജ്ഞാനം തരിക. അതുകൊണ്ട് സോളമനെ കുറിച്ച് പറയണത് ദൈവം അവന് കടൽ തീരം പോലെ ഒരു മനസ്സ് കൊടുത്തു എന്ന് പറഞ്ഞത്. ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകുക. വിവാഹത്തിന് മുമ്പ് നമസ്കാരം കേൾപ്പിക്കാൻ വരുമ്പോൾ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പഠിച്ചിട്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊരു ക്ലേശമാണ്. ദൈവികമായൊരു കാര്യം പോലും പഠിക്കാൻ, വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പഠിക്കാൻ, പഠിച്ച നമസ്കാരങ്ങളെ ഓർക്കാൻ, കൽപ്പനകളെ ഓർക്കാൻ, പ്രാർത്ഥനകളെ ഓർക്കാൻ പറയുമ്പോഴത്തേക്കും എത്രമാത്രം ക്ലേശമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പലതും നേടിയെടുത്ത നമ്മൾ ദൈവികമായ ജ്ഞാനത്താൽ നിറയാൻ എന്ത് പരിശ്രമങ്ങളാണ് നമ്മൾ ഏർപ്പെടുക. ആ ജ്ഞാനം നമ്മൾക്ക് പ്രകാശമായി ഭവിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പ്രിയമുള്ളവരെ, ആചാരവും അനുഷ്ഠാനവുമായിട്ട് പോകേണ്ടവരല്ല നമ്മൾ. എല്ലാ മതങ്ങളിലും ഉണ്ട് ആചാരാനുഷ്ഠാനവും. ഈ കുർബാന ഒരു ആചാരമല്ല, ഇതൊരനുഷ്ഠാനമല്ല. ഇതെൻ്റെ ആത്മീയതയുടെ നിറവാണ്, ഇതെനിക്ക് കൃതജ്ഞതാ പ്രകാശനമാണ്. കുറേ കർമ്മങ്ങൾ, ഈ നമ്മൾ നോട്ടീസിലൊക്കെ എഴുതുമ്പോഴത്തേക്കും കാർമ്മികൻ എന്നൊക്കെ എഴുതണത്, കർമ്മങ്ങൾ ചെയ്യുന്നവൻ, വാക്ക് വേറെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ എഴുതണം. ഇങ്ങനെ കുറേ കർമ്മങ്ങൾ ചെയ്തു പോകുന്ന മതജീവികളായിട്ട് മാറാതെ യഥാർത്ഥ ജ്ഞാനത്താൽ പ്രകാശത്താൽ നിറയുന്ന ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുക. അതുകൊണ്ട് ജ്ഞാനത്താൽ നിറയാൻ, ദൈവികമായ കാര്യങ്ങൾ അറിയാൻ, പഠിക്കാൻ, അതുവഴി നമുക്ക് കൂടുതൽ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമതായി ധ്യാനം. നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ധ്യാനം, നമ്മുടെ വീടിനെ കുറിച്ചുള്ള ധ്യാനം. ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുട്ടി ഒരു വീടിൻ്റെ മുൻവശത്ത് എഴുതി വെച്ചു, ഹോം ഫ്രജയിൽ ഹാൻഡിൽ വിത്ത് കെയർ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, ഇല്ലെങ്കിൽ ചില്ലുപാത്രം പോലെ പൊട്ടിപ്പോകുന്ന ഇടമാണ് വീട്. ജോലിസ്ഥലം അങ്ങനെ പൊട്ടില്ല,
നമ്മുടെ വീടാണ് വളരെ എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന ചില്ലുപാത്രം. ഹാൻഡിൽ വിത്ത് കെയർ. അതുകൊണ്ട് തീക്ഷ്ണമായ ധ്യാനം നമുക്ക് ആവശ്യമാണ്. വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടി 365 ദിവസം ദൈവം ഒരു വർഷം നമുക്ക് തരുന്നുണ്ട്. ഒരു 4-5 ദിവസം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ധ്യാനിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ കുറേയും കൂടി ധ്യാനാത്മകമാക്കുക. ധ്യാനപൂർവ്വം എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ സമീപിക്കുന്ന ഒരവബോധത്തിലേക്ക് വളരുക, ശ്രദ്ധയുള്ളവരാകുക. മൂന്നാമതായി വിനയം. ഈശോയുടെ പാദശാളനത്തെ ഓർമ്മിപ്പിക്കുന്നു. വിനയപൂർവ്വം നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴത്തേക്കും ക്ഷമിക്കാനും പൊറുക്കാനും സഹിഷ്ണുത കാണിക്കാനും നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ പോപ്പുലർ മിഷൻ ധ്യാനത്തോട് സംബന്ധിച്ചുള്ള ആ കാര്യത്തിൻ്റെ 2ാം ഭാഗം കൂടിയുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ പിശാചിനോട് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് സുഖം വേണ്ട എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ പൗലോസ് വീണതുപോലെ ഒരു വീഴ്ച 4ാമത്തെ ദിവസവും മറ്റും ഉണ്ടായി. 5 ദിവസത്തെ ധ്യാനമാണ്. ആ വീഴ്ചയുടെ ഒടുവിൽ അദ്ദേഹം കുമ്പസാരിക്കാൻ തീരുമാനിച്ചു. അയാൾ അതിനു മുമ്പും കുമ്പസാരിച്ചിട്ടുണ്ട്. കാക്കക്കുളി പോലെ, കടത്ത് കഴിക്കുന്ന പോലെ ഒരു കുമ്പസാരം. പക്ഷെ അന്ന് ഏകദേശം 1 മണിക്കൂറിലധികം എടുത്ത് ഈ മനുഷ്യൻ തന്നെ എന്നോട് പറഞ്ഞ അനുഭവമായത്. 1 മണിക്കൂറിലേറെ എടുത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് കുമ്പസാരിച്ചു. കുമ്പസാരം കഴിഞ്ഞാൽ നേരെ പോയത് ഈ സഹോദരൻ്റെ വീട്ടിലേക്കാണ്. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കുറേ സംസാരിച്ചു. 2 പേരും അല്ലാതെ കരഞ്ഞു. പിന്നെ ഈ കുഞ്ഞിന് ആസ്മ വന്നിട്ടില്ല. വിനയമുള്ളവരാകുമ്പോഴത്തേക്ക് എത്രമാത്രം കൃപാവരമാണ് നമ്മളിലേക്ക് വരിക. യാക്കോബ് ഏസാവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഏസാവ് വിനയപൂർവ്വം നിലകൊള്ളുമ്പോഴത്തേക്കും യാക്കോബ് ഏസാവിനോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്ന പോലെയാണ് സഹോദര നിന്റെ മുഖം ഞാൻ കാണുന്നത്. നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ആവണ്ടേ. വിനയമുള്ളവരാകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെയാകുകയാണ്. നഷ്ടപ്പെട്ട പലതും നമുക്ക് ചേർത്ത് കിട്ടുകയാണ്. ജീവിതം ആനന്ദകരമായി തീരുകയാണ്. അതുകൊണ്ട് ജ്ഞാനത്തിലൂടെയും ധ്യാനത്തിലൂടെയും വിനയത്തിലൂടെയും നമുക്ക് ആനന്ദിക്കാം. നഷ്ടപ്പെട്ടു, കണ്ടുകിട്ടി, ആനന്ദിച്ചു.